നമസ്കാരം. കഴിഞ്ഞൊരു വർഷത്തിനിടെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് സൈനികരെയും മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് യുദ്ധോപകരണങ്ങളും അയച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മോസ്കോയെ പ്യോയാങ് എത്രത്തോളം സഹായിച്ചുവെന്ന് രാജ്യാന്തര നിരീക്ഷണ സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ ഭീകരമായ തലങ്ങളിലേക്ക് നടക്കുകയാണ്. ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിരീക്ഷിക്കുന്ന 11-അംഗ രാജ്യാന്തര സമിതിയായ മൾട്ടിലാറ്ററൽ സാങ്ഷൻസ് മോണിറ്ററിംഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023 സെപ്റ്റംബറിനും 2024 ഡിസംബറിനുമിടയിൽ ഉത്തര കൊറിയ റഷ്യയിലേക്ക് 100-ലധികം ബലിസ്റ്റിക് മിസൈലുകളും 90 ലക്ഷം റൗണ്ടോളം വെടിപ്പോക്കുകളും കൈമാറി. ഇത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് കൂടുതൽ കരുത്ത് പകരുകയും അസാധാരണമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 14,000 സൈനികരെയും 3 ഹെവി ആർട്ടിലറി യൂണിറ്റുകളെയും യുക്രൈനിലേക്ക് അയച്ചതുൾപ്പെടെയുള്ള സൈനിക പിന്തുണ റഷ്യയ്ക്ക് കീവ്, സ്പൊറേഷ്യ പോലുള്ള നഗരങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കുവാൻ സഹായകമായെന്നത് IMSMT റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ കൈമാറ്റങ്ങൾ UN രക്ഷാസമിതിയുടെ ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കുമെതിരുമായ പ്രമേയങ്ങളുടെയും ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സൈനിക സഹകരണത്തിന്റെയും പ്രമേയങ്ങളുടെയും വ്യക്തമായ ലംഘനമെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. വൻതോതിലുള്ള സൈനിക സഹായത്തിന് പകരമായി റഷ്യ ഉത്തര കൊറിയയിൽ അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളുടെ പാൻസിർ മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റവും നൽകിയിരിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, കൃത്യമായ ആയുധങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ ലക്ഷ്യമിടുവാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പാൻസിർ. KBP ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ബ്യൂറോയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ആയുധ കൈമാറ്റങ്ങൾ റഷ്യൻ ചരക്ക് കപ്പലുകളുടെ മറവിലാണത്രേ നടന്നത്. ബലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റഷ്യ ഉത്തര കൊറിയയുടെയും മിസൈൽ വികസന പരിപാടിക്കും പിന്തുണ നൽകി. കൂടാതെ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ മറികടക്കുവാൻ സഹായിക്കുന്ന ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചുവത്രേ. ഇത് UN നിശ്ചയിച്ച വാർഷിക പരിധിയിൽ കവിഞ്ഞ അളവിലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. റഷ്യ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയയ്ക്കെതിരെയായ ഉപരോധങ്ങൾ നിരീക്ഷിച്ചിരുന്ന UN നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി പുതുക്കുന്നതിന് വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് MSMT രൂപീകരിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ 11-അംഗ സമിതി. ഈ സമിതി നൽകിയ 30 പേജുകളിൽ ഈ റിപ്പോർട്ടുകളുണ്ട്. ഹസ്വോങ് 11A ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത റോക്കറ്റ് ലോഞ്ചർ വെടിക്കോപ്പുകളുടെയും ടാങ്ക് വിരുദ്ധ മിസൈലുകളുടെയും വിവരങ്ങളും റഷ്യയിലൂടെ കടത്തിക്കൊണ്ടുപോയ ഉത്തര കൊറിയൻ ആയുധ സംവിധാനങ്ങളുടെ ചിത്രങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. ഏതായാലും റഷ്യയും ഉത്തര കൊറിയയും ഒന്നിക്കുകയാണെങ്കിൽ 2 വമ്പൻ ശക്തികളുടെ ഒരു സഖ്യം തന്നെയായിരിക്കും അത്. ഇതിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചക്രവ്യൂഹത്തിന്റെ കമന്റ് സെക്ഷനിൽ കാണാം.